ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്തിരിയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള രണ്ട് ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രണ്ട് റെസിപ്പീസും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. ഇത് പത്തിരിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് ചെരുവിയ തേങ്ങ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികൾ ചേർത്താൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് വറുത്തെടുക്കണം. മസാലപ്പൊടികൾ കൂടി ഒന്ന് വറവായിട്ട് വരാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് വറുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ മീൻകറിക്കൊക്കെ എടുക്കുന്ന ആ ഒരളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനായിട്ട് 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കറി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കറി തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചെമ്മീൻ ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കറി ഒന്ന് ലൂസായതുപോലെ ഉണ്ടാവും. ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് കറി കുറച്ചൊന്ന് ലൂസായിട്ട് വരുന്ന പോലെ ഉണ്ടാവും. കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് കറി പാകത്തിന് വറ്റിച്ചെടുക്കണം. അത്രയും സമയം നമ്മൾ കറി നന്നായിട്ട് തിളപ്പിക്കണം. ഇതുപോലെ ചെമ്മീൻ ചേർത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്താണ് കറിക്ക് നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് വരുന്നത്. കറി പാകത്തിന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചേർത്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പത്തിരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. പത്തിരിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മലപ്പുറംകാർ പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറി തന്നെയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്താൽ നമുക്ക് ചോറിൻ്റെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല പത്തിരിയുടെ കൂടെ മാത്രം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പുളി ചേർക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഈ നോമ്പ് സമയത്തൊക്കെ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ പാൽക്കറിയാണ്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചതച്ചെടുക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാലാണ് ചെമ്മീനിലേക്കൊക്കെ എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത് ഞാനൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം.
മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ചെമ്മീനിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് ഒരു 12 മുതൽ ഒരു 15 വരെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2 അല്ലെങ്കിൽ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ചെമ്മീൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടി അടച്ച് വെക്കുന്ന സമയത്ത് ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. മസാലയൊക്കെ ഒന്ന് മീനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി. തക്കാളിയുടെ അളവ് കൂടണ്ട. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. തക്കാളി വഴന്ന് വരാനോ സോഫ്റ്റ് ആവാനോ ഒന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് വീണ്ടും കറി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കറി ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് അതുപോലെ കുരുമുളക് പൊടി നമുക്ക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ കറി ചെറുതായിട്ടും തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളുടെ കറിയുടെ എരിവ് നോക്കിയിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം കറി സെർവ് ചെയ്യണാവും നല്ലത്. അപ്പോഴാണ് നല്ല ഫ്ലേവറും എല്ലാം ആ ചെമ്മീനിലും കറിയിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പത്തിൻ്റെയും പത്തിരീൻ്റെയും കൂടെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണ്. ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസും നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറികളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.